ഹായ് ഫ്രണ്ട്സ്, മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഓട്സ് കൊണ്ട് ഒരു ഓംലെറ്റാണ്. അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് 2 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 2 ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, 1/2 ഗ്ലാസ് പാല്, 3 സ്പൂൺ ഓട്സ്, 3 മുട്ട, കുറച്ച് കുരുമുളക് പൊടി എന്നിവയാണ്. ആദ്യമായി നമുക്കൊരു ബൗളിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എടുത്തു വച്ചിരുന്ന പാൽ ഒഴിച്ച് കൊടുക്കാം. ഓട്സ് ഒരു 10 മിനിറ്റ് നേരം പാലിൽ കിടന്ന് കുതിർന്ന് വരട്ടെ. ഓട്സ് പാലിൽ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ മറ്റൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം, സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വരട്ടെ. ഇനി നമുക്ക് പാനിലേക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാം. തക്കാളിയും ക്യാരറ്റും സവാളയും എല്ലാം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ഓംലെറ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അതിനായി ഒരു പാത്രം വെച്ച് നമുക്ക് തിരിച്ച് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അത് പതിയെ നമുക്ക് പാനിലേക്ക് ചെരിച്ച് ഇട്ട് കൊടുക്കാം. ഓംലെറ്റ് ഞാൻ മറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഓട്സ് കൊണ്ടുള്ള നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഓട്സ് കൊണ്ടുള്ള ഓംലെറ്റ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ.